സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. അരുണാചലിലെ മലയാളികളുടെ കൂട്ടമരണത്തിൽ മുഖ്യ സൂത്രധാരൻ നവീൻ തന്നെയെന്ന് അന്വേഷണ സംഘം. സംഭവം നവീൻ 7 വർഷം മുൻപ് ആസൂത്രണം ചെയ്തതെന്നും മരിക്കാനായി അരുണാചൽ തെരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണമെന്നും ഇവർ വിശ്വസിച്ചിരുന്നെന്നും പോലീസ് കരുതുന്നു. പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുത്തതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നു. വിനോദ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, മലയാളികളുടെ കൂട്ടമരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഇതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്ന ചില വിവരങ്ങൾ ലഭിക്കുന്നു. ആര്യയുടെ മെയിലും അത് സംബന്ധിച്ചുള്ള ചാറ്റുകളും ഒക്കെ പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ഇതിൽ നടത്തിയ ഇവരുടെ ലാപ്ടോപ്പ് അടക്കം പരിശോധിച്ചതിൽ നിന്നാണോ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ, ഈ കൂട്ടമരണത്തിന്റെ മുഖ്യ സൂത്രധാരൻ നവീനാണെന്ന വിലയിരുത്തലിലേക്ക്, കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞു. അതോടൊപ്പം അറിയേണ്ടത്, ഇതിനു വേണ്ടി ഈ ഒരു ആസൂത്രണം നടത്തുന്നതിന് വേണ്ടി ഇവരെ പല രീതിയിൽ കബളിപ്പിക്കുകയായിരുന്നോ? ഈ ആര്യയെയും അതോടൊപ്പം സ്വന്തം ഭാര്യയെയും ഈ രീതിയിൽ മെയിലുകൾ അയച്ച് മിഥി എന്ന സാങ്കല്പിക കഥാപാത്രത്തെ അവതരിപ്പിച്ചൊക്കെ ഇതിനു വേണ്ടിയുള്ള കൃത്യമായ ആസൂത്രണം മുൻകൂട്ടി തന്നെ നവീൻ നടത്തിയെന്ന് തന്നെയാണോ അന്വേഷണ സംഘം കരുതുന്നത്? ടോം, ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെയുള്ള ഒരു നിഗമനം ഇതിലെ മുഖ്യ സൂത്രധാരൻ നവീൻ തന്നെ എന്നായിരുന്നു. ആ ഒരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. 7 വർഷം മുൻപ് തന്നെ നവീൻ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അതായത് അന്യഗ്രഹത്തിൽ പുനർജനിക്കുക എന്ന നിലയിലേക്കുള്ള ചിന്തയിലേക്ക് നവീൻ പോയിരുന്നു. ലാപ്ടോപ്പും മറ്റ് മൊബൈൽ ഫോൺ അടക്കമുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നത്. ഏറ്റവും പ്രധാനമായി ഉയർന്നിരുന്ന ഒരു ചോദ്യം, ഇവരെ ഇതിലേക്ക് കൊണ്ടുപോകുന്നതിന് മറ്റാരുടെയെങ്കിലും പങ്കുണ്ടായിരുന്നു. അതായത് ഇവർ യൂട്യൂബും ഗൂഗിളും പോലുള്ള സംവിധാനങ്ങളിലൂടെ ഇത്തരം ദൃശ്യങ്ങൾ കാണുകയും ഡോക്യുമെന്റുകൾ ഡൗൺലോഡ് ചെയ്യുകയും ഒക്കെയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘം, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടൊക്കെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘം ഇവരെ സ്വാധീനിച്ചിരുന്നു എന്ന കാര്യമാണ്. ഇതുവരെയുള്ള അന്വേഷണം പൂർത്തിയാകുമ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റാരുടെയെങ്കിലും ഒരു സ്വാധീനം ഇതിൽ ഇല്ല എന്ന നിലയ്ക്ക് തന്നെയാണ്. മറ്റൊരു ആളിന്റെ ഇടപെടൽ, ഈ 3 പേരെ നിയന്ത്രിക്കുന്ന 4ാമതൊരു ശക്തി ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് ഒരു സ്ഥിരീകരണമായി നമുക്ക് ലഭിക്കുന്നത്. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്, അന്വേഷണം നടക്കുകയാണ്. ഏതായിരുന്നാലും ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ ഇതുവരെയുള്ള രേഖകളെല്ലാം പരിശോധിച്ച് വിലയിരുത്തുമ്പോൾ മറ്റാരെങ്കിലും ഇവരെ സ്വാധീനിച്ചതായോ ആരുടെയെങ്കിലും ഫോൺ കോളുകൾ ഇവരുടെ ഫോണിലേക്ക് വന്നതായോ അസ്വാഭാവികമായ കോളുകൾ വന്നതായോ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മറ്റൊന്ന്, ഈ നവീന്റെ ഒരു ജീവിത രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ ഈ പെൺകുട്ടികളെ ഇതിലേക്ക് കൊണ്ടുപോയത് നവീൻ എന്ന സംശയമുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. അതായത് 7 വർഷം മുമ്പ് തന്നെ ഇത്തരത്തിൽ ഈ അന്യഗ്രഹത്തിലേക്ക് പോകാനുള്ള ചിന്ത വന്നിരുന്നു എന്നതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം. ആയുർവേദ ഡോക്ടറാണ് ദേവിയും, ആയുർവേദ ഡോക്ടറാണ്. ഈ 2 ഭാര്യയും ഭർത്താവും ആയുർവേദ ഡോക്ടർമാരായിരുന്നു. ഇവർ ഈ പ്രാക്ടീസ് എല്ലാം അവസാനിപ്പിക്കുകയാണ്. അവിടെ മുതൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകൾ ആ പ്രൊഫഷൻ അവസാനിപ്പിക്കുന്നു, എന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ജോലിയിലേക്ക് തിരിയുന്നു, കേക്ക് വിൽപ്പന എന്ന നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോഴെല്ലാം തന്നെ നവീൻ്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഏറ്റവും യുക്തി സഹമല്ലാത്ത, ശാസ്ത്രീയമല്ലാത്ത ഈ ചിന്തകൾ കൊണ്ടു നടക്കുകയായിരുന്നു നവീൻ. അതിലേക്ക് മെല്ലെ ദേവിയെയും വലിച്ചടുപ്പിക്കുകയായിരുന്നു. തൻ്റെ ചിന്താഗതികളിലേക്ക് ഭാര്യയെയും കൂട്ടിക്കൊണ്ടുവന്നു. ഭാര്യ ആകട്ടെ തൻ്റെ സുഹൃത്തായ ആര്യയെ ഈ വഴിയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. അവിടെയും നവീൻ്റെ ബുദ്ധി തന്നെയാണ് പ്രവർത്തിച്ചത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഡോൺ ബോസ്കോ എന്ന പേരിൽ വന്നിരുന്ന മെയിലുകൾ, അത് ആര്യയ്ക്ക് വന്നിരുന്ന മെയിലുകൾ, ആര്യയുടെ ഈ ലാപ്ടോപ്പിൽ നിന്നും കണ്ടെടുത്ത ഈ മെയിലുകൾ, ആ സന്ദേശങ്ങളൊക്കെയും നവീൻ തന്നെ അയച്ചതാണ് എന്ന നിലയ്ക്കുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് വ്യാജമായി ഒരു ID സൃഷ്ടിച്ച് അതിലൂടെ ആര്യയുമായി സംവദിക്കുകയായിരുന്നു എന്ന കാര്യമാണ്. ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ. അതായത് കുടുംബങ്ങൾ സാമ്പത്തികമായി ഭദ്രമാണ്.
പക്ഷേ ഈ വ്യക്തിപരമായി ഇവരുടെ ഒരു ജീവിതം നോക്കുമ്പോൾ ഇവർക്ക് മറ്റ് കാര്യമായ വരുമാനം ഒന്നും തന്നെയില്ല. ജോലി ഉപേക്ഷിച്ചാണ് ഇതിന് പിന്നാലെ നടക്കുന്നത്. അവിടെയും കേക്ക് നിർമ്മാണം എന്ന ഒരു കാര്യം പറയുന്നു. അതിനു മുൻപാണ് ഈ ദേവി ഒരു സ്കൂളിൽ അധ്യാപികയായി ചേരുന്നത്. അവിടെ വെച്ചാണ് ആര്യയെ പരിചയപ്പെടുന്നത്. പിന്നീട് ആ ജോലിയും ഉപേക്ഷിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കേക്ക് നിർമ്മാണത്തിലേക്ക് പോകുന്നത്. ഇവർക്ക് സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ആര്യ പുറപ്പെടുമ്പോൾ, ആര്യയുടെ വിവാഹം അടുത്ത് നടക്കാനിരിക്കുകയായിരുന്നു. ആര്യ പോകുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്നു. പക്ഷേ അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുമ്പോൾ ആര്യയുടെ ദേഹത്ത് ഈ ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് യാത്രക്കിടെ ഇവർ ഇത് വിറ്റു എന്നാണ് കരുതുന്നത്. ഇവരുടെ കയ്യിൽ ചിലവിനുള്ള പണം ഉണ്ടായിരുന്നില്ല എന്നുകൂടി നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമാണ് ഈ മരണങ്ങളിലും കൃത്യമായ സംശയം നിഴലിക്കുന്നുണ്ട്. കാരണം ഇത് മൂന്നും ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ സംശയം അവശേഷിക്കുകയാണ്. 2 സ്ത്രീകളെയും കൊലപ്പെടുത്തിയ ശേഷം, ഈ ഭാര്യയെയും വനിതാ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതാണോ എന്ന നിലയിൽ ഒരു സംശയമുണ്ട്. അതിന് കൂടുതൽ വിശദമായ റിപ്പോർട്ടുകളെല്ലാം തന്നെ, ശാസ്ത്രീയമായ റിപ്പോർട്ടുകൾ പുറത്തു വരാനുണ്ട്. എങ്കിൽ മാത്രമേ അക്കാര്യത്തിലൊക്കെയും ഒരു സ്ഥിരീകരണമുണ്ടാകൂ. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി രക്തം വാർന്നു പോയാണ് ഇവരുടെ മരണം സംഭവിച്ചിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാത്രം, അതിൽ തലമുടി, അതിൽ പൊട്ടിയ വളകൾ, ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം മന്ത്രവാദത്തിൻ്റെ സൂചന നൽകുന്ന കാര്യമാണ്. ആ പ്രദേശത്ത്, അരുണാചൽ പ്രദേശിലെ ഈ മേഖലയിൽ അവർക്ക് ആരുമായും ബന്ധമുണ്ടായിരുന്നില്ല എന്ന വിവരങ്ങൾ വരുന്നു. മറ്റൊന്ന്, ഈ വന്ന സന്ദേശങ്ങൾ, അതായത് നവീൻ്റെ ലാപ്ടോപ്പും അങ്ങനെയുള്ള രേഖകളും പരിശോധിക്കുമ്പോൾ ഇങ്ങനെ വെച്ചിരുന്ന ചിന്താഗതി ഇങ്ങനെയാണ്: പ്രളയം സംഭവിക്കും, ഭൂമിയിൽ പ്രളയം സംഭവിക്കുന്നു, അപ്പോൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോവുക, അതിൽ ഏറ്റവും ഉചിതമായ സ്ഥലമെന്ന് അത് പർവ്വതനിരകളാണ്, ഏറ്റവും ഉയർന്ന പ്രദേശത്ത് താമസിക്കുക, അവിടെ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോവുക, അവിടെ പുനർജനിക്കുക എന്നതാണ്. പ്രളയം വരുമെന്നും ഭൂമി നശിക്കുമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ഗ്രഹത്തിൽ പുനർജന്മം എന്ന ഒരു ചിന്താഗതി വെച്ച് പുലർത്തി അവിടേക്ക് പോകുന്നതിന് വേണ്ടി, അവിടെ പുനർജനിക്കുന്നതിന് വേണ്ടി ഈ മരണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അവസാനമായി വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാറിൽ നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിനോദ് അങ്ങനെയുള്ള ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ വിനോദ് നേരത്തെ സൂചിപ്പിച്ചു, നവീന്റെ മനസ്സിലേക്ക് ഇത്തരം ആശയങ്ങൾ കടന്നു കയറിയത് 7 വർഷം മുൻപാണെന്ന്. ആ ആശയത്തിന്റെ പിന്നിൽ എന്തായിരിക്കും? ഒരു അന്ധവിശ്വാസം, അതല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്, ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കാഴ്ചപ്പാടുകളാണോ ഈ രീതിയിൽ ഈ പർവ്വതാരോഹണത്തെക്കുറിച്ചും അതല്ലെങ്കിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഈ 3 പേരെയും എത്തിക്കാനുള്ള കാരണം എന്തായിരിക്കണമെന്ന് കണ്ടെത്തണം. അതോടൊപ്പം ഇതിന് പിന്നിൽ ആരായിരിക്കും? ഒരു ബാഹ്യശക്തി ഇതിന് പിന്നുണ്ടാകുമോ? അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ ബ്ലാക്ക് മാജിക് എന്ന അവരുടെ ഒരു സംഘടന അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ, അതിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതല്ലേ? അങ്ങനെ ഒരു ഇടപെടൽ ഇവരുടെ മരണത്തിന് പിന്നിലുണ്ട് എന്ന് പോലീസ് കരുതുന്നുണ്ടോ? ടോം, ധാരാളം സൈറ്റുകളുണ്ട്. ഈ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം സൈറ്റുകളും യൂട്യൂബിൽ പരതിയാൽ തന്നെ കിട്ടുന്ന വിവരങ്ങളുമൊക്കെയുമുണ്ട്. ഇതെല്ലാം തന്നെ ഏതോ കേന്ദ്രത്തിൽ നിന്ന് ആരോ അടിസ്ഥാനമില്ലാതെ തന്നെ ചെയ്തിടുന്ന വീഡിയോകളും അങ്ങനെയുള്ള വിവരങ്ങളുമുണ്ട്. ഇപ്പോൾ തന്നെ PDF ഫയൽ 466 പേജുള്ള PDF ഫയലാണ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ മിഥി എന്ന ഒരു കഥാപാത്രം, അതായത് മറ്റൊരു പ്രപഞ്ചത്തിലുള്ള മിഥി എന്ന ജീവി ഇവിടെയുള്ള ഒരാളിന് അഭിമുഖം കൊടുക്കുന്ന നിലയ്ക്കുള്ള ചോദ്യോത്തര രീതിയിലുള്ള ഒരു PDF ഫയലാണ്. അതിലാണ് ഇങ്ങനെ ദിനോസറുകൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് ദിനോസറുകളെ മാറ്റിയെന്നും ഇനി ഭൂമിയിൽ അവശേഷിക്കുന്ന മനുഷ്യരെയും ജീവജാലങ്ങളും ഉൾപ്പെടെ ഏതാണ്ട് 90% ജീവഗണങ്ങളെയും 2 ഗ്രഹങ്ങളിലായി മാറ്റുമെന്നും ഒക്കെയുമുള്ള മറുപടികൾ, ആ സംവാദം, ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അത് കൃത്യമാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് മനുഷ്യനിർമ്മിതിയാണ്. ഇവിടെ മനുഷ്യൻ തയ്യാറാക്കിയ ഒരു വ്യാജ അഭിമുഖം ആണ് എന്നത് കൃത്യമായി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ഒരു ശാസ്ത്രീയതയോ അടിസ്ഥാനമോ ഒന്നുമില്ലാത്ത കുറേ കാര്യങ്ങളാണ്. പക്ഷേ അവിടെയാണ് ഇവരുടെ മനോനില അതിലേക്ക് സ്വാധീനിക്കപ്പെട്ടു എന്നത്. അത് ടോം, ഈ മനഃശാസ്ത്ര വിദഗ്ധരോടുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, പാരാസൈക്കോളജിസ്റ്റുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ, ഇവർ ഇത്തരം കാര്യങ്ങളിൽ ആകൃഷ്ടരായി അതിലേക്ക് വീഴുകയാണ്.
അന്ധമായി പിന്നെ അതിലുള്ള കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയാണ്. അത് നമ്മൾ ഈ ഓൺലൈൻ റമ്മി കളിക്കുന്ന കാര്യമൊക്കെയും സൂചിപ്പിച്ചു. ചില ആളുകൾ അഡിക്റ്റ് ആവുന്ന രീതി പൂർണ്ണമായി ആ നിലയ്ക്ക് തന്നെയാണ് ഇവർ ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ മുഴുകുന്നത്. പിന്നെ ഇവർക്ക് മോചനമില്ലാതാകുന്നു. ഇവർ വീണ്ടും വീണ്ടും ഇത് വിശ്വസിച്ച് ഇതിന് പിന്നാലെ വീണ്ടും ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും രേഖകൾ തിരഞ്ഞു പോവുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ ഡാർക്ക് നെറ്റിലേക്കൊക്കെയും ചെന്ന് വീഴുന്നത്. അവിടെ ഇത്തരത്തിലുള്ള വലിയ സംഘങ്ങളുണ്ട്. അധോലോക പ്രവർത്തനങ്ങളുടെ ഒരു വലിയ കേന്ദ്രമായി തന്നെയാണ് ഡാർക്ക് നെറ്റ് വിലയിരുത്തപ്പെടുന്നത്. പല ക്രിമിനൽ ആക്ടിവിറ്റിയും നടക്കുന്ന ഇടപെടലുകളും ആ രീതിയിലുള്ള ഇടപാടുകളുമൊക്കെയും നടക്കുന്ന ഒരു സങ്കേതമാണ്. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിപ്പെടുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് നവീൻ തന്നെ 7 വർഷമായി ഇതിന് പിന്നാലെയാണ്. നവീൻ സ്വന്തം നിലയ്ക്ക് ഉള്ള ഒരു രീതിയിൽ പോവുകയായിരുന്നു. ഇത്തരം രേഖകൾ എടുക്കുകയായിരുന്നു. ഡോൺ ബോസ്കോ എന്ന പേരിൽ ആര്യയ്ക്ക് വന്ന മെസ്സേജുകൾക്ക് പിന്നിലും നവീൻ എന്നാണ് കരുതുന്നത്. അതായത് മറ്റാരുടെയെങ്കിലും ഇടപെടലില്ല, മറ്റ് സംഘങ്ങളുടെയോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് അതുമായി പ്രവർത്തിക്കുന്ന ആളുകളോ ഈ തരത്തിൽ മന്ത്രവാദം നടത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും തന്നെ ഇവരുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവർ സ്വന്തം നിലയ്ക്ക് ഇത് പോകുന്നു. അത് നവീനാണ് ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം. നവീൻ വളരെ തന്ത്രപരമായി ഈ 2 യുവതികളെയും ഇതിലേക്ക് വലിച്ച് ഇടുകയാണ്. നവീന് താല്പര്യമുള്ളൊരു മേഖലയിലേക്ക് ഭാര്യയുടെ ചിന്ത കൂടി കൊണ്ടുവരുന്നു. ഭാര്യയെ കൂടി അതിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഭാര്യ മുഖാന്തരം ഭാര്യയുടെ സുഹൃത്തിനെയും ഈ ഒരു മേഖലയിലേക്ക് അടുപ്പിക്കുന്നു. അവർക്ക് അതിൽ വലിയ അഭിരുചി ഉണ്ടാക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ മറ്റൊരു ഗ്രഹത്തിൽ പുനർജനിക്കാം എന്ന് വിശ്വസിപ്പിച്ച് മരണത്തിലേക്ക് പോവുകയാണ്. 2 യുവതികളും മരിക്കുന്നു, നവീനും മരിക്കുന്നു. ആ മരണത്തിലും നേരത്തെ പറഞ്ഞതുപോലെ ചില സംശയങ്ങൾ പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് കൂടുതൽ ഫലങ്ങൾ ശാസ്ത്രീയ ഫലങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇത് 2 കൊലപാതകം, ഒരു ആത്മഹത്യ എന്ന നിലയിലാണോ കാര്യങ്ങൾ നടന്നതെന്ന സംശയം അവശേഷിക്കുന്നുണ്ട്. ഏതായിരുന്നാലും മറ്റുള്ളവർക്ക് പങ്കില്ല. പർവ്വത മേഖലയിൽ പോയാൽ അന്യഗ്രഹത്തിലേക്ക് പോകുന്ന യാത്ര എളുപ്പമുള്ളതാകും. ഭൂമിയിൽ പ്രളയം സംഭവിക്കും, ഇവിടെ നിന്നുള്ള മോചനമാണ് എന്ന നിലയ്ക്ക് ഇവർ വിശ്വസിച്ചിരുന്നു. ആ രീതിയിലാണ് കാര്യങ്ങളെ കാണേണ്ടത്. ഇപ്പോൾ മറ്റുള്ളവർക്ക് പങ്കില്ല എന്നൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്യുന്നു. ടോം, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് BB വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അരുണാചലിലെ മലയാളികളുടെ കൂട്ടമരണത്തിൽ അതിന്റെ ആസൂത്രകൻ നവീനാണ്. നവീൻ തോമസ് എന്ന വിലയിരുത്തലിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നിലവിൽ ആ ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് ഇല്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരൂഹതകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു.